നമസ്കാരം. ട്രാവൽ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നെല്ലിയാമ്പതിയിലോട്ടാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ നെല്ലിയാമ്പതിയിലോട്ട്. നെന്മാറ വഴിയാണ് നെല്ലിയാമ്പതിയിലോട്ട് പോവുക. നെന്മാറ പോത്തുണ്ടി ഡാം കവർ ചെയ്തിട്ടാണ് നെല്ലിയാമ്പതിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. വടക്കഞ്ചേരി ചെന്ന് ഫ്രണ്ട്സിനെ പിക്കപ്പ് ചെയ്യണം. 2 കാറിലായിട്ടാണ് ഇന്ന് നെല്ലിയാമ്പതിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി കാഴ്ചകളിലോട്ട് പോവാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് പാണ്ടാങ്കോട്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്ന് 9 കിലോമീറ്ററോളം ദൂരമുണ്ട് പാണ്ടാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാണ്ടാങ്കോട് പള്ളി. ആ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കണ്ടോ? ആ ലെഫ്റ്റിലോട്ട് ഉള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടറായ ഡോക്ടർ ഐസക് സാറിന്റെ വീട്ടിലോട്ട് പോവാം. ഇത് ചേന്നല്ലി പുഴയും ചേന്നല്ലി പാലവുമാണ്. കണ്ടോ എന്ത് ഭംഗി ഞങ്ങളുടെ നാട് കാണാൻ. അടിപൊളി സീനറി, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ ട്രിപ്പിൽ ചെറിയൊരു മാറ്റം. 2 വണ്ടി എന്നുള്ളത് 1 വണ്ടി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ജലീലിന്റെ ഇന്നോവയിലാണ് പോകുന്നത്. ഞാനുണ്ട്, ജലീലുണ്ട്, നവാസ് ഉണ്ട്, ഷംസു, റഷീദ്, രവി എക്സ് മിലിറ്ററി, ഷംസു ഫിസിക്കാർട്ടിന്റെ മെയിൻ ആളാണ്. ഉജാലയുടെ മാനേജർ, റീജിയണൽ മാനേജർ കേട്ടെ. നമ്മുടെ പിന്നെ ജലീല് ഒപ്റ്റിമാക്സിന്റെ ഓണറാണ്. ആലത്തൂരിന്റെ ഷോപ്പ് വടക്കഞ്ചേരിയിലുണ്ട്. മിസ്റ്റർ റഷീദ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ജനറൽ മാനേജർ കെൻസ് ഇന്റർനാഷണൽ. നെന്മാറയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംശയിക്കണ്ട, വേലകളുടെ വേലയായ നെന്മാറ വല്ലങ്ങി വേല ആ സ്ഥലത്തുകൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നെന്മാറ സെന്ററാണ്. നെന്മാറയിലൂടെ വേണം നമുക്ക് നെല്ലിയാമ്പതിയിലോട്ട് പോകാൻ. ഇത് പോത്തുണ്ടി ഡാമും പരിസരവുമാണ്. പോത്തുണ്ടി ഡാം കഴിഞ്ഞ് നെല്ലിയാമ്പതിയിലോട്ട് കയറുമ്പോൾ 2ാമത്തെ ഹെയർപിൻ ബെൻഡിൽ ഡാമിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ആ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണാം. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മൾ പോത്തുണ്ടി ഡാമിൽ നിന്ന് നെല്ലിയാമ്പതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡാമിൻ്റെ വ്യൂസ് കിട്ടും. ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഡാമിൻ്റെ അടിപൊളി വ്യൂസ് ആണ് എല്ലാം. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. കഴിഞ്ഞോ? ഒരെണ്ണം കൂടി തരൂ. അവരാരും ടിഷ്യൂ അവരാരും കളയണ്ടല്ലേ? അതെ, വണ്ടിയുടെ ഉള്ളിൽ പരമാവധി കളയാതെ നോക്കുക. അത് വണ്ടി കഴുകണ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു പൊടി പോലും വെളിക്കളയില്ല. കുണ്ടറച്ചോല
ഇടയിലൊക്കെ ആളെ നിർത്തിയിട്ടുണ്ടല്ലേ? അവിടെ നിന്ന് എത്ര കിലോമീറ്റർ താഴെ നോക്കില്ല? 24. പോത്തുണ്ടി 20 22. നന്മാറിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങി വെച്ചിരുന്നു. അത് കഴിക്കാനായി ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തി. എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് കൊറോണയെക്കുറിച്ച്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന മൂഡിലും. ഒരുവിധം നല്ല തിരക്കുണ്ട് നെല്ലിയാമ്പതിയിൽ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോപ്സിന്റെ എസ്റ്റേറ്റിലോട്ടും സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടും ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കും പോവാനായി. നെല്ലിയാമ്പതിയിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അതുപോലെ ഈ എസ്റ്റേറ്റിൻ്റെ കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര ഒരു രക്ഷയില്ല. സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ്, ഭയങ്കര തിരക്കാണ്. ഇവിടെ എന്ത് വ്യൂ പോയിന്റ്, എന്ത് കാണാൻ എവിടെ ഇറങ്ങണ്ട, ഇങ്ങനെ കണ്ടുപോകാം. നമുക്ക് ഇങ്ങനെ പോയാൽ ഇറങ്ങണ്ടല്ലോ, ഒന്ന് ഇറങ്ങണ്ട. ഈ തിരക്കൊന്ന് ഫോട്ടോ നെല്ലിയാമ്പതിയിലെ തിരക്കെടുക്കും. കൊറോണയില്ല, ഒന്നുമില്ല. ഒരു ബേജാറും മോനും കണ്ടപ്പോ തന്നെ എനിക്ക് അവിടെ എന്തോ വളർത്തു ആ ഒരു ബേജാറും. പാർക്കിങ്ങിന് നമ്മള് പോവല്ല, പാർക്കിങ്ങില്ല, അല്ല വ്യൂ പോയിന്റിൽ പോകണ്ടത് എന്തിനാ വെറുതെ. ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്റെ കാറായിട്ട് വന്ന സമയത്ത്, കാർ എടുത്ത സമയത്ത് ഫസ്റ്റ് വന്ന് വിജയക്കാരൊക്കെ ആയിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലത്തെ എല്ലാ പിള്ളേരും കൂടി ആയിട്ട് വന്നിട്ട് ഈ നമ്മുടെ ഗ്രീൻലാൻഡില്. ശരി, കാർ എടുത്ത ചെലവ് അവർക്ക് മാത്രമേ ഉള്ളൂ, അവർക്കല്ല, നമുക്കില്ല. വന്നു നോക്കാം. ഇതാണ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ്. ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞാണ് വന്നത്. റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. വളരെ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ് ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേത്. റെസ്റ്റോറന്റ് അതില്ല, എന്നിട്ടോ റെസ്റ്റോറന്റ് ഇല്ല. നോക്കാലോ, അവിടെ പോയി നോക്കാം. നവാസ് ഞങ്ങൾ താമസമായില്ല, അത് ഫുൾ എടുത്തു. റെസ്റ്റോറന്റ് ദശരഥം സിനിമയില്ലേ, ദശരഥ ശിവത്തിനകത്താണ് ഷൂട്ടിംഗ്. ദശരഥം മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ ഹിറ്റ് മൂവിയായ ദശരഥം എന്ന സിനിമ ഷൂട്ടിംഗ്
ലൊക്കേഷനും പരിസരവുമാണ് ഈ കാണുന്നത്. സമയം ഉച്ചയ്ക്ക് 12:30. ഞങ്ങൾ ഊണ് കഴിക്കാനായി ഗ്രീൻലാൻഡ് ഫാം ഹൗസിൽ വണ്ടി നിർത്തിയപ്പോൾ കാണുന്ന സീനറിയാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി സീനറിയാണ്. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാനായി ഞങ്ങൾ അകത്ത് കയറി. ബുഫേ സിസ്റ്റമാണ്. പായസം, പപ്പടം, മുളക് വറുത്തത്, 2 തരം അച്ചാറ്, കൂട്ടുകറി, അവിയൽ, തോരനുണ്ട്, സാമ്പാർ, പിന്നെ ചോറ്. ഇസ്ലാമിന്റെ കെട്ടത് ആക്കണോടാ പുള്ളിയാണ് ചാടി രണ്ടാം പ്രാവശ്യം അങ്ങോട്ട് ചാടി പോവാൻ. ഞാൻ എടുത്തു കാണിക്കും. വൈറ്റ് റൈസ് വേറെ ഊണ് കഴിച്ചിട്ട് റിലാക്സ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത്. കുട്ടികൾക്കുള്ളതാണ്. അവൻ ഒറ്റയ്ക്ക് ആയിട്ട് പൊങ്ങണം, 2 ആയിട്ട് പൊങ്ങണുണ്ടോ? നമ്മള് ഓടി വന്നിരുന്നുണ്ടോ? ഓളിലെ കണ്ടീഷൻ നോക്കിയില്ല, അങ്ങനെ വന്നിരുന്ന ആടി. ഈ ഗ്രീൻലാൻഡ് ഫാം ഹൗസിന് അകത്ത് തന്നെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതിലൊരു വ്യൂ പോയിന്റാണത്. ഇതിന്റെ സൈഡിൽ തന്നെ കോട്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി ഒരു ഫാം ഹൗസിലോട്ട് പോയി. അവിടെ പ്രാവ്, ആട്, കോഴി, പശു ഇവയെല്ലാം വളർത്തുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടിനകത്ത് നിറയെ കോഴികളെയാണ് വിട്ടിരിക്കുന്നത്. പല ടൈപ്പിലുള്ള കോഴികളുണ്ട്. കരിങ്കോഴിയാണോ? അല്ല, കരിങ്കോഴി അല്ല. അതുപോലെ ഒരു സൈഡിൽ പ്രാവുകളുണ്ട്, നിറയെ പ്രാവുകളുണ്ട്. വിവിധ ഇനം പ്രാവുകൾ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, അതിൻ്റെ കഴുത്തിലെ തൂവല് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല ഗ്ലേസിംഗ് ആണ്. ഈ പ്രാവിൻ്റെ കൂടിന് തൊട്ടടുത്ത് തന്നെ ഒരു ഇതുണ്ട്, തത്തയുടെ കൂടുണ്ട്. ഭയങ്കര സൗണ്ടാണ് തത്ത, ഭയങ്കര ബഹളക്കാരിയാണ്. ഇത് കണ്ടില്ലേ, ഹൈറ്റ് കുറഞ്ഞ ആടാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല.
പക്ഷെ ഹൈറ്റ് കുറഞ്ഞ, വളരെ ഹൈറ്റ് കുറഞ്ഞ ആടാണ്. ഈ ഭാഗത്ത് പശുക്കളെ വളർത്തുന്നുണ്ട്. നല്ല കാട്ട ബ്ലോക്കാണ് നെല്ലിയാമ്പതിയിൽ. ഒരു വലിയ വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ റോഡ് വീതിയില്ലാത്തതും ഒരു കാരണമാണ് ഈ ബ്ലോക്കിന്. ഇപ്പൊ വരുന്ന ആൾക്കാരോട് അവർ ഏതാ സമയം പറയുന്നത്? പന്നിയെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാ. കാട്ടുപന്നി, ഇത് കണ്ടോ, വലിയ പന്നിയാണ്. അപ്പൊ ഞങ്ങളെ നോക്കി നിൽക്കുക. ഭയങ്കര പന്നിയാട്ടോ. അവന് പേടിയില്ല, കണ്ടോ, വളരെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. നെല്ലിയാമ്പതിയിൽ എവിടെ നോക്കിയാലും വ്യൂ ആണ്. അസാധ്യ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര സീനറിയാണ്. ഇതാണല്ലേ ഇതേ അടുത്ത് ചായത്തോട്ടമാണ് ആ കാണുന്നത്. കമ്പനി ചായത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്രയുണ്ട്. ഭയങ്കര രസം. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഈ സ്ഥലത്ത്. അതുകൊണ്ട് വണ്ടി നിർത്താതെ ഞങ്ങൾ ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. തിരിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ നിർത്തിയത്. ഇപ്പോൾ ലേശം തിരക്ക് കുറവുണ്ട്, അതുകൊണ്ട് നിർത്തി. എന്ത് ഭംഗിയായുണ്ടത് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണടയുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ വടക്കഞ്ചേരിയിലും ആലത്തൂരിലും കടയുണ്ട്. പുള്ളിയുടെ നമ്മുടെ ജലീലുണ്ട്, ഒപ്റ്റിമാക്സ്. വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരും. അപ്പോൾ ബന്ധപ്പെടുക. ഒപ്റ്റിമാക്സ്, ആലത്തൂർ, വടക്കഞ്ചേരി. ഇതാണ് ജലീലിൻ്റെ ഷോപ്പ്, ഒപ്റ്റിമാക്സ് ഒപ്റ്റിക്കൽസ്. ആലത്തൂരിലും വടക്കഞ്ചേരിയിലും ഉണ്ട് ഷോപ്പ്.